Praise the Lord. Welcome to Logos Voice, presented to you by Logos International Ministries and Logos Church of God. I'm very glad that you have tuned in today. In the beginning, we are going to listen to Sheba Thomas. She is going to bring the ministry of deliverance to the song In Better Hands. Prayerfully listen and be blessed as she comes and sings for you. You will end up in that better hand of the living God. Here is Sheba. It's hard to stand on shifting sand. It's hard to shine in the shadows of the night. You can't be free if you don't reach for help, and you can't love if you don't love yourself. There is hope when my faith runs out, 'cause I'm in better hands now. It's like the sun is shining when the rain is pouring down. It's like my soul is flying, though my feet are on the ground. So take this heart of mine, there's no doubt I'm in better hands now. I am strong, all because of you. I'm standing on of every mountain that you move. I am changed. Yesterday is gone. I am saved from this moment on. There's no fear when my night comes round. I'm in better hands now. Like the sun is shining when the rain is pouring down. Like my soul is flying, though my feet are on the ground. Take this heart of mine, there's no doubt I'm in better hands It's like the sun is shining when the rain is pouring down. It's like my soul is flying, though my feet are on the ground. It's like the world is silent, though I know it isn't true. Like the breath of Jesus is right here in this room. Take this heart of mine, there's no doubt I'm in better hands now. I'm in better hands now. Praise the Lord. Hallelujah. Warm greetings in the sweet and matchless name of my Lord and Savior Jesus Christ. God has an appointment with you in this night. As today's message is in Malayalam language, I would like you to listen very carefully. പ്രിയ ശ്രോതാക്കൾക്ക് വീണ്ടും വരുന്ന രാജാതിരാജാവായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് മറ്റൊരു ദിനം കൂടി ശബ്ദം നൽകുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് അനുവദിച്ച് നൽകിയ ഈ അനുഗ്രഹിക്കപ്പെട്ട നിമിഷത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ അതിയായി സ്തുതിക്കുന്നു. പുതിയ നിയമത്തിൽ നിന്നും ഒരു വേദഭാഗം ഉദ്ധരിച്ചുകൊണ്ട് ഞാനിവിടെ ആരംഭിക്കുകയാണ്. റോമാലേഖനം 16 അധ്യായം 20 വാക്യം.
സമാധാനത്തിൻ്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽക്കീഴെ ചതച്ച് കളയും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. And the God of peace shall bruise Satan under your feet shortly. The grace of our Lord Jesus Christ be with you. Amen. ഒരു പോർക്കളത്തിൻ്റെ ദർശനം ഈ വേദഭാഗത്തിൻ്റെ പശ്ചാത്തലത്തിലുണ്ട്. ആത്മമണ്ഡലത്തിൽ നടക്കുന്ന യുദ്ധങ്ങളെക്കുറിച്ചുള്ള ഒരു കാഴ്ച ദൈവം നമുക്ക് ഇവിടെ നൽകുകയാണ്. പ്രിയ സോദാവേ, കാണപ്പെടാത്ത അഭൗമമായ ഒരു അടർക്കളം, ഒരു യുദ്ധവേദി നിന്റെ വ്യക്തി ജീവിതത്തിൻ്റെ പിറകിലുണ്ട്. അവിടെ നടക്കുന്ന യുദ്ധങ്ങളാണ് നിന്റെ ജീവിതത്തിൻ്റെ ഗതിയും സ്ഥിതിയും അവസ്ഥയും നിർണ്ണയിക്കുന്നത്. ശക്തനായ ഒരു ശത്രുവിനെയാണ് നിനക്ക് നേരിടുവാനുള്ളത്. സർവശക്തനായ ദൈവത്തിൻ്റെ ബദ്ധ ശത്രുവായ സാത്താനെ അത്രേ, ഈ എതിരാളിയെ അത്രേ നീ നേരിടുവാൻ പോകുന്നത്. അത് നീ ഗ്രഹിച്ചെങ്കിൽ മാത്രമേ യുദ്ധക്കളത്തിലെ ജയ അപജയങ്ങളെ നിർണ്ണയിക്കുവാൻ കഴിയുകയുള്ളൂ. കഴിഞ്ഞ നാളുകളിൽ നടന്നതും കഴിഞ്ഞ നാളുകളിൽ സംഭവിച്ചതുമായ ആത്മീയ യുദ്ധങ്ങളുടെ പരാജയം പകൽ പോലെ നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ വെളിപ്പെടുത്തുന്ന അതേ ചില പ്രശ്നങ്ങൾ ഇവിടെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന സത്യം, സാത്താന്യ ശക്തി അതിൻ്റെ പുറകിലുണ്ട് എന്നുള്ളതാണ്. അസ്ഥികളിൽ അടക്കപ്പെട്ട തളർച്ച അത് വ്യക്തമാക്കുകയാണ്. അത് മറ്റെന്താണ് എന്ന് ഞാൻ ചോദിക്കട്ടെ. ആരോടും പങ്കുവെക്കുവാൻ കഴിയാത്ത ഭീതിയുടെ കരിനിഴലിലല്ലേ നീ ഇന്ന് വ്യക്തിപരമായി നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പൊട്ടിക്കരയണം എന്ന് തോന്നിയാലും ഒരു തുള്ളി കണ്ണുനീർ പോലും വീഴ്ത്തുവാൻ കഴിവില്ലാത്ത സ്ഥിതിയിൽ നീ എത്തിയിട്ടില്ലേ? നിന്റെ ജോലിയിലെ പ്രശ്നങ്ങളുടെ പിമ്പിലുള്ള പോർക്കളത്തെക്കുറിച്ചുള്ളതായ ദർശനവും പരിജ്ഞാനവും ഏറ്റുവാങ്ങുവാൻ വരൂ. ദൈവം നിന്നെ വിളിക്കുകയാണ്. ദൈവം, സമാധാനത്തിന്റെ ദൈവം നിന്നെ വിളിക്കുകയാണ്. ഇവയ്ക്കെല്ലാം പുറകിൽ ഒരു യുദ്ധമുണ്ട്. There is a fight behind all this. സ്നേഹിത, ഭാര്യയും ഭർത്താവും വെവ്വേറെ മുറിയിൽ കിടന്നുറങ്ങുന്ന ആ സ്ഥിതിക്ക് പിറകിൽ ഒരു വലിയ യുദ്ധമുണ്ട്. മകൾ മത്സരിയായി തീരുന്നതിൻ്റെ പിറകിൽ ഒരു ആത്മീയമായ പോരാട്ടമുണ്ട്. ഒരു വലിയ വടംവലി നടക്കുകയാണ്. There is a tug of war going on for you and your things and your issues. പിതാവേ, നിന്റെ ആത്മക്കണ്ണുകൾക്ക് തിമിരം ബാധിച്ചിരിക്കുകയാണെന്ന് മാറേണ്ടതിന് ഇന്ന് രാത്രി ദൈവം നിന്നെ വിളിക്കുകയാണ്. മുള്ളുകൾ ഉടക്കി വലിക്കുന്നത് പോലെ വേദന നിറഞ്ഞ മനസ്സുമായി എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദരി, നിന്റെ പ്രശ്നങ്ങൾക്ക് പിറകിൽ വലിയൊരു യുദ്ധമുണ്ട് എന്ന് നീ സത്യം ഗ്രഹിക്കുമോ? കഠിനമായ വേദനയിൽ കരിഞ്ഞു നിൽക്കുന്ന വൃക്ഷം പോലെ ഇലകളിലും തണ്ടുകളിലും തായ്വേരുകളിലും ഉണക്ക് ബാധിച്ച് പുഷ്ടി നഷ്ടപ്പെട്ട്, ജോലി നഷ്ടപ്പെട്ട്, ആരോഗ്യം നഷ്ടപ്പെട്ട്, സമ്പത്ത് നഷ്ടപ്പെട്ട്, വീട് നഷ്ടപ്പെട്ട്, ആക്സിഡന്റിൽപ്പെട്ട്, കാറ് നഷ്ടപ്പെട്ട് ആയിരിക്കുന്നതായ നിന്റെ ജീവിതത്തിൽ നീ പകച്ചു നിൽക്കുകയാണ്. എന്നാൽ നിന്റെ ആത്മീയ ജീവിതത്തിന്റെ പിറകിൽ നടക്കുന്ന പോരാട്ടം എന്ത് എന്ന് നിനക്കൊന്ന് കാണുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ, ഈ യുദ്ധഭൂമിയിൽ നിനക്കാവശ്യം ദൈവത്തെയാണ്. ഈ യുദ്ധഭൂമിയിൽ നിനക്കാവശ്യം ഞാൻ സേവിക്കുന്ന, ഞാൻ സ്നേഹിക്കുന്ന, ഞാൻ വ്യക്തമാക്കുന്ന, ഞാൻ ആരാധിക്കുന്ന ഈ ദൈവത്തെയാണ് നിനക്കാവശ്യമായിരിക്കുന്നത്. ഈ യുദ്ധഭൂമിയിൽ നിൽക്കുന്നത് ആരെന്ന് നീ ഒന്ന് കണ്ണു തുറന്ന് കാണേണ്ട അവസ്ഥയിൽ നീ എത്തിയിരിക്കുകയാണ്. അതാരാണെന്ന് നോക്കിക്കേ. സമാധാനത്തിൻ്റെ ദൈവം. അവനുമായി സമാധാനത്തിലാകുവാനാണ് ദൈവം ഈ രാത്രി നിന്നോട് സംസാരിക്കുന്നത്. ശത്രുപക്ഷത്തു നിന്ന് ദൈവപക്ഷം ചേർന്ന് നിൽക്കുവാൻ കഴിഞ്ഞാൽ, ദൈവ വചനം അനുസരിക്കുവാൻ കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ മഹത്വം നിനക്ക് കാണുവാൻ കഴിയും. നിന്റെ യുദ്ധത്തിൻ്റെ ഗതി മാറും. ഭൗതിക മണ്ഡലത്തിൽ നീ അനുഭവിക്കുന്ന വിഷയങ്ങൾക്ക് പരിഹാരം അവിടെ ആരംഭിക്കുകയായി. മരണത്തെയും പാതാളത്തെയും ജയിച്ചവനെയാണ് ഇന്ന് രാത്രി ഞാൻ നിന്റെ മുമ്പിൽ വരച്ച് കാട്ടുന്നത്. ആ ജയിച്ച ദൈവമാണ് സമാധാനത്തിൻ്റെ ദൈവമായി നിന്റെ മുമ്പാകെ നിൽക്കുന്നത്. സ്നേഹിത, യുദ്ധം കഴിഞ്ഞാൽ
ഒരു വലിയ ശാന്തതയും സമാധാനവുമുണ്ട്. നിന്റെ യുദ്ധം കഴിഞ്ഞ്, അതെ, നിന്റെ ശത്രുവിനെ ദൈവം ജയിച്ചു കഴിഞ്ഞു, പരാജയപ്പെടുത്തി കഴിഞ്ഞു. അവൻ പറയുന്നു, ഞാൻ അവൻ്റെ മേൽ ജയോത്സവം കൊണ്ടാടി. അവൻ പറയുന്നു, ഞാൻ അവനെ ജയിച്ചടക്കി, അവനെ പരസ്യ കാഴ്ചയാക്കി. നിനക്ക് വിരോധമായി എഴുതിയിരുന്ന സകല എഴുത്തുകളും ഞാൻ മായ്ച്ചു കഴിഞ്ഞു എന്ന് ദൈവം നിന്നോട് ഇന്ന് രാത്രി വിളിച്ചു പറയുകയാണ്. അങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് സമാധാനത്തിൻ്റെ ദൈവം ഈ യുദ്ധമണ്ഡലത്തിൽ, ഈ പോർക്കളമേടിൽ നിന്റെ അടുക്കൽ നിൽക്കുന്ന കാഴ്ച ഇന്ന് രാത്രി നീ ഒന്ന് കണ്ടാൽ നീ ധന്യനായി, നീ അനുഗ്രഹിക്കപ്പെട്ടവനായി. ആ ദർശനമാണ് നിനക്ക് ആവശ്യമായിരിക്കുന്നത്. സർവശക്തിയുള്ള സൈന്യങ്ങളുടെ ദൈവമാണ് നിന്റെ മുമ്പിൽ നിൽക്കുന്നത്, നിലയുറപ്പിച്ചിരിക്കുന്നത്. ശത്രുവിന്റെ മുമ്പിൽ അവൻ സൈന്യസമേതനായ രാജാവാണ്. എന്നാൽ നിനക്ക് മുമ്പിൽ അവൻ സമാധാനത്തിൻ്റെ ദൈവമാണ്. അവൻ വന്ന് ദൂരത്തായിരുന്ന നിനക്ക് സമാധാനവും സമീപത്തുള്ളവർക്ക് സമാധാനവും സുവിശേഷിച്ചു എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ ഞാൻ വായിക്കുന്നു. സമാധാനം സംസാരിച്ചുകൊണ്ട്, സമാധാനം പ്രവർത്തിച്ചുകൊണ്ട്, സമാധാനം സൃഷ്ടിച്ചുകൊണ്ട് എൻ്റെ കർത്താവിത നിന്റെ കുടുംബത്തിലേക്ക്, നിന്റെ തലമുറയിലേക്ക്, നിന്റെ അവസ്ഥയിലേക്ക് അവൻ കടന്നു വന്നിരിക്കുകയാണ്. ആത്മീയ വിജയങ്ങൾ യുദ്ധങ്ങളുടെ ദൈവത്തിൽ നിന്നല്ല നീ പ്രാപിക്കുന്നത്, എന്നാലോ സമാധാനത്തിൻ്റെ ദൈവത്തിൽ നിന്നാണ്. The victory that is given to you is not from a God of war but God of peace. Hallelujah. യുദ്ധങ്ങളുടെ ദൈവത്തിൽ നിന്നല്ല, സമാധാനത്തിൻ്റെ ദൈവത്തിൽ നിന്നാണ് നീ ഇന്ന് രാത്രി പ്രാപിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിൽ നിന്ന് വരുന്നത് സമാധാനമാണ്. ദൈവത്തിൽ നിന്ന് അതേ സമാധാന മാർഗം നിനക്ക് വെളിവാകുകയാണ്. അതിലെ നടത്തുവാനാണ് ദൈവം നിന്റെ അടുക്കൽ എത്തിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ സ്വഭാവം സമാധാനമാണ്. അവൻ്റെ ലക്ഷ്യം സമാധാനമാണ്. അവൻ്റെ വാഴ്ച സമാധാനം ഉളവാക്കുന്നതൊന്നാണ്. അവൻ അവസാനത്തിങ്കൽ ഈ സർവ്വലോകത്തിലും സമാധാനം സ്ഥാപിക്കും. ഈ തരുണത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ, ഇസ്രയേലിൽ നടക്കുന്ന സമാധാന ചർച്ചകൾ വിളിച്ചു പറയുന്ന ഒന്നുണ്ട്. അവിടെ മനുഷ്യനെ കൊണ്ട് സമാധാനം സ്ഥാപിക്കുവാൻ കഴിയുകയില്ല. അവിടെ മനുഷ്യനെ കൊണ്ട് സമാധാനം ഉണ്ടാക്കുവാൻ സാധിക്കുകയില്ല. എന്നാലോ സമാധാനത്തിൻ്റെ പ്രഭുവായ ഒരുവൻ കടന്നു വരുമ്പോൾ ഇസ്രയേലിൽ മഹാസമാധാനം ഉണ്ടാകുമെന്നുള്ളത് ഞാൻ വ്യക്തമാക്കട്ടെ. ഈ പ്രതലത്തിൽ, ഈ തലത്തിൽ നിനക്ക് മുമ്പിൽ കേൾക്കുന്ന ദൈവശബ്ദമാണിത്. ഒരു പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ, ഹല്ലേലൂയയുടെ ശബ്ദം പോലെ മഹാദൈവത്തിൻ്റെ ശബ്ദം നിന്റെ അടുക്കൽ വരികയാണ്. അവൻ്റെ വാഗ്ദാനം, അവൻ്റെ പ്രോമിസ് നിന്റെ അടുക്കൽ വരികയാണ്. ആ കുഴൽ വിളി ഇതാ കേൾക്കുന്നു. സമാധാനത്തിൻ്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽക്കിടെ ചതച്ചു കളയും. ദൈവം ചെയ്യുന്നൊരു കാര്യം, ദൈവം ചെയ്യുന്നൊരു പ്രവർത്തനം, ഹല്ലേലൂയ, ആ പ്രവർത്തനത്തിൽ നിനക്കൊരു പങ്കുമില്ല, നിനക്കത് സാധിക്കുകയില്ല. നിന്റെ കാലുകൾ എത്ര ശക്തമായാലും, അത് ഇരുമ്പ് കൊണ്ടോ സ്വർണം കൊണ്ടോ നിർമ്മിച്ചതായാലും നിനക്ക് സാത്താനെ ചതയ്ക്കുവാനുള്ള ശക്തിയില്ല. അതിനുള്ള കനം നിനക്കില്ല, അതിനുള്ള കട്ടി നിനക്കില്ല, അതിനുള്ള ആത്മീയമായ ബലം നിനക്കില്ല. എന്നാൽ ദൈവത്തിന് കഴിയുന്ന ഒരു കാര്യമാണ് സാത്താനെ കാൽ കീഴാക്കി ചതയ്ക്കുവാൻ കഴിയുന്നത്. കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചികഞ്ഞിട്ടുകൊണ്ട് ഭക്ഷണം കൊടുക്കുന്നത് പോലെ, ആ ചികഞ്ഞിട്ടത് കോഴിക്കുഞ്ഞുങ്ങൾ കൊത്തിപ്പെറുക്കുന്നത് പോലെ കർത്താവ് ശത്രുവിന്മേൽ കാൽവറിമേൽ നേടിയ ജയം നീ ഏറ്റെടുക്കണം. നിന്റെ കാൽ കീഴി അവൻ നൽകും എന്നാണ് അതിൻ്റെ അർത്ഥം. നിനക്ക് പുകഴുവാനൊന്നുമില്ല, നീ അനുഭവിച്ചാൽ മതി, നീ അതിൻ്റെ എക്സ്പീരിയൻസ് ഏറ്റെടുത്താൽ മതി. പരാജയപ്പെട്ട ശത്രു നിന്റെ കാൽ കീഴെ ചതയ്ക്കപ്പെട്ട നിലയിൽ കാണപ്പെടും. യേശു അത് ചെയ്തു തരും. നിന്റെ പ്രശ്നങ്ങൾക്ക് അവൻ പരിഹാരം തരും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ ജീവിതമേ, നിന്റെ കുടുംബത്തിൻ്റെ സ്ഥിതിയിൽ സാത്താൻ ഉയർന്നു നിൽക്കുന്നു എന്ന് നിനക്ക് തോന്നുന്നു. അവൻ്റെ ശക്തികൾ നിനക്ക് നേരെ വരുന്നു എന്ന് നിനക്ക് തോന്നുന്നു. നിന്റെ കുടുംബജീവനം തകർച്ചയിലേക്ക് പോകുന്നു എന്ന് നിനക്ക് തോന്നുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ്
നിന്നോടും നിന്റെ കുടുംബത്തോടും ഇന്ന് രാത്രി വ്യക്തമായി സംസാരിക്കുന്ന ദൂത് ഇതാണ്. സാത്താനെ തൻ്റെ കാൽ കീഴേ അവൻ ചതച്ചു കളഞ്ഞു. നിന്റെ കാൽ കീഴേ, നിന്റെ കുടുംബത്തിന്റെ അവസ്ഥയിൽ, നിന്റെ പോരാട്ടത്തിന്റെ മുമ്പിൽ, ഇന്നിന്റെ യുദ്ധക്കളത്തിൽ, നിന്റെ പോർക്കളത്തിൽ, അടർക്കളത്തിൽ ഇതാ ദൈവം ആ ജയം നിനക്ക് അവകാശമായി തരുവാൻ ഇന്ന് നിനക്ക് വേണ്ടി പോരാടുകയാണ്. യോശുവയെ കുറിച്ച് പഴയ നിയമത്തിൽ നിന്ന് വായിക്കുന്നു. അവൻ കനാന്യ രാജാക്കന്മാരെ ജയിച്ചു വന്നു. അവരുമായി അവൻ വന്നപ്പോൾ അവരെ പിടിച്ചുകൊണ്ട് അവൻ വന്നിരിക്കുകയാണ്. ഈ രാജാക്കന്മാർ ഇസ്രയേലിനെതിരെ പോരാടിയവരാണ്, ഇസ്രയേലിനെ വകവരുത്തുവാൻ തീരുമാനിച്ചവരാണ്. എന്നാൽ യോശുവ അവരെ ജയിച്ചു. യോശുവ അവരെ പിടിച്ചു, അവരെ ചങ്ങലയിലാക്കി അവരുമായി ഇസ്രയേലിലേക്ക് വന്നു. ഇസ്രയേൽ പുരുഷന്മാരെ, നായകന്മാരെ വിളിച്ചിട്ട് തന്നോടുകൂടെ വന്ന പടജനത്തിൻ്റെ അധിപന്മാരോട് ജനത്തിൻ്റെ മുമ്പാകെ അവരെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് കിടത്തിയിട്ട് അടുത്തു വന്ന് ഈ രാജാക്കന്മാരുടെ കഴുത്തിൽ കാലുവെപ്പീൻ എന്ന് അവൻ പറഞ്ഞു. അവർ അടുത്തിയെന്ന് അവരുടെ കഴുത്തിൽ കാലുവെച്ചു. യോശുവയുടെ ദൈവത്തിൻ്റെ വാഗ്ദത്തം യോശുവയിലൂടെ ഇവിടെ ഒഴുകി വരികയാണ്. ഭയപ്പെടരുത്, ശങ്കിക്കരുത്, ഉറപ്പും ധൈര്യമുള്ളവരായിരിപ്പീൻ. നിങ്ങൾ യുദ്ധം ചെയ്യുന്ന സകല ശത്രുക്കളോടും യഹോവ ഇങ്ങനെ തന്നെ ചെയ്യും എന്നവൻ വിളിച്ചു പറഞ്ഞു. ശത്രുവിൻ്റെ കഴുത്തിൽ കാലുവെക്കുവാൻ, ജയിച്ചടക്കി, അതെ പിടിച്ചടക്കി, അതെ ചങ്ങലയിട്ട് കൊണ്ടുവന്ന രാജാക്കന്മാരുടെ കഴുത്തിൽ കാലുവെക്കുവാൻ അധിപന്മാരോട് യോശുവ കൽപ്പിച്ചതുപോലെ യേശു കാൽവറിയിൽ ജയിച്ച ജയം നിന്റെ കാൽ കീഴെ തരുവാൻ, നിന്റെ കുടുംബത്തിൽ തരുവാൻ, നിന്റെ തലമുറയിൽ തരുവാൻ, നിന്റെ പ്രശ്നത്തിൽ തരുവാൻ, നിന്റെ ജോലി സ്ഥലത്ത് തരുവാൻ സ്വർഗത്തിലെ ദൈവം ശക്തനായി ഇന്ന് രാത്രി നിന്നോട് ഇടപെടുകയാണ്. ക്രിസ്തുവാകുന്ന നമ്മുടെ യോശുവ തൻ്റെ സകല സേവകന്മാരോടും, തന്നെ പിൻഗമിക്കുന്നവരോടും, തന്നെ അനുസരിക്കുന്നവരോടും, തൻ്റെ വചനം പിൻപറ്റുന്നവരോടും